യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ്. അനുദിനം വിശുദ്ധ ബലിക്ക് പോവുകയും നോമ്പെടുത്തും ഉപവാസമനുഷ്ഠിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങുകയായിരുന്നു ഉണ്ണീശോയുടെ ഈ ജനന തിരുനാളിന് വേണ്ടി നാം ഓരോരുത്തരും. ഭവനങ്ങൾ പുൽക്കൂടുകൾ നിർമ്മിച്ചും നക്ഷത്രങ്ങൾ തൂക്കിയുമെല്ലാം ആധ്യാത്മികമായും ഭൗതികമായും ക്രിസ്തുമസിന് വേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശോ പിറക്കട്ടെ. ഉണ്ണീശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: അനേകർക്ക് വേണ്ടിയുള്ള സദ്വാർത്ത, വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ആ ക്രിസ്തുവിനെ നമ്മൾ ഹൃദയത്തിൽ സ്വന്തമാക്കുവാനും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വചനവിചിന്തനത്തിനായി നമ്മൾ എടുക്കുന്ന വിഷയം. ജോസഫും മറിയവും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. തന്റെ ഭാര്യയെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്ന ജോസഫ് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞു വെക്കുന്നു: മറിയത്തെ നീ ഉപേക്ഷിക്കേണ്ടതില്ല, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. സ്നേഹമുള്ളവരെ, ഏതൊരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവൻ ആകുലപ്പെടുകയാണ്, അസ്വസ്ഥപ്പെടുന്ന നിമിഷങ്ങളാണ്. ഈ സാഹചര്യത്തിൽ പോലും പരാതികളും പരിഭവങ്ങളും ഒന്നും കൂടാതെ തന്നെ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്ന ഒരു ജോസഫിനെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മറിയത്തിന്റെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്ന ഒരമ്മയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ തിരുക്കുടുംബം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ്: ദൈവഹിതത്തിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ, ദൈവഹിതം നിറവേറ്റി ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു അത്ഭുതം നടക്കുകയാണ്. അത്ഭുതമാണ് ഉണ്ണീശോയെ അവർക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവഹിതത്തിനനുസരിച്ച് ജീവിച്ച് ഉണ്ണീശോയെ സ്വന്തമാക്കുവാൻ സാധിക്കട്ടെ. രണ്ടാമത്തെ ചിന്ത ഇപ്രകാരമാണ്: ജോസഫ് ഒരിക്കലും മറിയത്തെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. തന്റെ ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനാക്കുവാൻ ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു ജോസഫിനെ, ഒരു ഭർത്താവിനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സ്നേഹമുള്ളവരെ, തിരുകുടുംബം നൽകുന്ന രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ കുടുംബങ്ങളിൽ ഭർത്താവും ഭാര്യയും ഒരുപോലെ ഒരേ മനസ്സോടെ ജീവിക്കുവാൻ സാധിക്കട്ടെ. കുറവുകളും പിഴവുകളും വന്നു കഴിയുമ്പോൾ കുറവുകളെ നിറവുകളാക്കുവാനും പോരായ്മകളെ ഒരുമിച്ചിരുന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടെ തിരുത്തി ജീവിക്കുവാനും സാധിക്കട്ടെ. ആ ഒരു ചിന്തയാണ് തിരുക്കുടുംബം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ്: ജോസഫ് നിശബ്ദനായിരുന്നു. ആവിലായിലെ അമ്മ ത്രേസ്യ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾക്ക് ആത്മീയമായി ഒരു ഗുരുവിനെ ആവശ്യമുണ്ടെങ്കിൽ നസ്രത്തിലെ മരപ്പണിക്കാരനായ ജോസഫിനെ നിങ്ങൾ സ്വന്തമാക്കണം. കാരണം ഇതുപോലെ നിശബ്ദതയോടെ ക്രിസ്തുവിനെ സ്വന്തമാക്കിയ, ദൈവത്തെ സ്വന്തമാക്കിയ മറ്റൊരു വ്യക്തി ഉണ്ടായെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചില സമയങ്ങളിൽ നിശബ്ദത ആവശ്യമാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ചില പൊട്ടിത്തെറികളും പോരായ്മകളും നമ്മുടെ കുടുംബജീവിതത്തിൽ വന്നു ചേരാറുണ്ട്. ഈ സാഹചര്യത്തിൽ പരസ്പരം മനസ്സിലാക്കി അല്പസമയം നിശബ്ദമായിരുന്നു ദൈവഹിതം തിരിച്ചറിഞ്ഞ് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പെരുമാറുവാൻ ഈ തിരുക്കുടുംബം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈ തിരുക്കുടുംബം നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എന്ന് പറയാൻ ഇപ്രകാരമാണ്: സ്നേഹവും ഐക്യവും സന്തോഷവും സമാധാനവും ഈശോ പ്രതി സ്വന്തമാക്കിയതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളിലും സ്നേഹവും സന്തോഷവും മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ, ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനും സ്വന്തമാക്കിയ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും.
ആമേൻ.